പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ പോസ്റ്റായിട്ടിരിക്കുകയാണ്. 7:45 എടുക്കേണ്ട ഫ്ലൈറ്റ് ഇപ്പം 10:15. സോ 10:45 എടുക്കുന്നതെന്ന് പറഞ്ഞ് ബോർഡിങ് തുടങ്ങാൻ പോകുന്നു. അവസാനം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇത്രയും താമസിച്ചാലും ഞങ്ങൾ കയറിയാണ്. ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിലോട്ട് കയറുകയാണ്. സമയം രാത്രി 10:45. രസമുണ്ടോ? ഓക്കെ എന്നാൽ കാണാം. റൂമിലെത്തി ഗൈസ്. ഇതാണ് റൂം. കണ്ടോ? 5-6 പേർക്ക് കിടക്കാം. പിന്നെ ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. കിടക്കാനുള്ള സംവിധാനം, ബാത്റൂമിൽ ഷവർ, സാധനങ്ങൾ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം നാളെ വണ്ടി കിട്ടും, നമ്മൾ അന്നേരം പോകും. ഓക്കെ, ടേക്ക് കെയർ. അങ്ങനെ രാവിലെയായി. ഞാൻ മാത്രമേ വെളിയിലോട്ട് ഇറങ്ങിയുള്ളൂ. ക്യാമ്പർമാൻ വരുന്നുണ്ട്, അപ്പം ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അവർ രണ്ടുപേരും റൂമിൽ കോഫിയൊക്കെ കുടിച്ചിരിക്കുന്നു. താട്ടിപ്പം വരും. വണ്ടി എത്തി, ഇതാണ്ട് വരുന്നതാണ്. ഓക്കെ, പെർഫെക്റ്റ്, ഗുഡ്. Keys still? Yep. Yeah. Wonderful. So just in here. So it's your smaller key. Yeah, small one. This one. Smaller key in here. Yep. And up it pops into here. So you've got two gas bottles here. All right. Inside again. Yeah. Yep. This is where you find the fridge panel. Yeah. This is your gas symbol. Oh, okay. So it's recognised that the gas is starting. Sometimes, if it doesn't recognise that the gas is starting, then you need to come here and just pull through some gas. Okay. For an open there. That's good. The oven, this starter doesn't work. So just put the lighter at the back. All right. While you're turning the gas. Well, this is the gas one. Yeah. And it works really well actually. Yeah. So pull this out. Okay. Okay. Pull that to the side. Yep. And it just reported. And that can go back in there. Plug just here. Your wastewater pump. Yeah. And your fresh water All right. hose there as well. Yeah. Grey water. Yeah. Really simple. So just flip those two catches, pull that off, and then turn it around. Pull that out. Now when you plug in, just hold this, okay? So 36. Yeah. when the pump starts. So. Yeah, you can hear that? Yeah. Yeah, so that'll be heating. Right. But for now, we'll keep it. Turn it off. You hear? Yeah. We've got a good range of cleaning supplies, cloths, Yeah. wipes, dustpan and brush, scrubbers. In the cupboard to your right, underneath here, you've got all of your cooking utensils, pans, pots, your washing up basket, everything here, so you can cook. Yeah, that's very awesome. Sharp knives. I have 2 fans for here. Here we go. So, do you want to pass me that double USB at the front there? ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ വിജയകരമായി എന്താണ് പറയാ, നമ്മുടെ ക്യാമ്പർ വാനിലേക്ക് കയറിയിരിക്കുകയാണ്. മോട്ടോർ ഹോം എന്നാണ് ശരിക്കും പറയുന്നത്. അപ്പം ഞങ്ങൾ ഇന്നലെ ഒരു മോട്ടലിൽ വന്നിട്ട് സ്റ്റേ ചെയ്തു. അപ്പോൾ രാവിലെ എല്ലാം റെഡിയായി. അപ്പം ഇച്ച വന്നിട്ട് ഇവിടെ രാവിലെ 9 മണിയായപ്പോൾ അവർ ക്യാമ്പർ വാനുമായിട്ട്, അവരുടെ ഓൺ ക്യാമ്പർ വാനുമായിട്ട് ഇവിടെ വന്നു. നമ്മുടെ മോട്ടൽ സൈറ്റിൽ വന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തു, എല്ലാം സെറ്റപ്പാക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ സമയത്ത് എല്ലാം ഒന്ന് മോട്ടലിൽ നിന്നെല്ലാം ഒന്ന് എംപ്റ്റി ചെയ്തു, എല്ലാം ഒന്ന് സെറ്റ് ചെയ്തു. അപ്പം ഇനിയും നമ്മൾ അകത്ത് കയറി ഇതെല്ലാം ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കയറിയതേ ഉള്ളൂ, ഞാനും അനീത്തിയും കൂടെ. അപ്പം അവള് ഇവരെല്ലാവരും കൂടെ ഇപ്പം തൽക്കാലം എല്ലാം ബാഗൊക്കെ അത്യാവശ്യം സെറ്റപ്പ് ആക്കി വെക്കുകയാണ്. പിന്നെ ഇതാണ് ക്യാമ്പസ് സൈറ്റ്. ഓൾറെഡി
ഇച്ച വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇനി ഞങ്ങളെല്ലാം ഇതൊന്ന് സെറ്റപ്പ് ആക്കണം. അത് കഴിഞ്ഞ് പതുക്കെ വണ്ടി എടുക്കണം. ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. കാരണം ഇവിടെ കിച്ചൺ ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാം. ഇച്ച പാത്രങ്ങളൊക്കെ ഇവിടെ ഇച്ച അടിയിലുണ്ടോ? ഓക്കെ ഫൈൻ. ഇവിടെ വേസ്റ്റ് വെക്കുന്നതും പിന്നെ അല്ലാതെ പാത്രങ്ങളും കെറ്റിലും സാധനം. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ കത്തി സാധനങ്ങളും എല്ലാം ഉണ്ട്. തവി പുള്ളിക്കാരി ഷെഫായിരുന്നതുകൊണ്ട് പുള്ളിക്ക് എല്ലാം വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പം ഇത് ബാക്കി ഇത് പാത്രം, ഇതെല്ലാം പാത്രം കഴിക്കാനുള്ള പാത്രം ഇങ്ങനത്തെയാന്ന് പുള്ളി പറഞ്ഞു. നല്ല വെയിറ്റ് കൂടി. പിന്നെ ഉപ്പും സാധനം ഒക്കെ വേണമെങ്കിൽ ഇട്ട് നീക്കി വെക്കാൻ വേണ്ടിട്ട് വെരി ഗുഡ്. അതിന് വേണ്ടിട്ടുള്ള പാത്രങ്ങളാണ്. പിന്നെ അത്യാവശ്യം ബെഡ്, പിന്നെ ഒരു കിച്ചന്റെ ഒരു സ്പേസ് ഉണ്ട്, പിന്നെ ഡൈനിങ് ടേബിൾ പോലെ ഒരു സ്ഥലം, പിന്നെ ഇവിടെ ഒരു ജസ്റ്റ് സോഫ വന്ന് കയറി ഇരിക്കാനായിട്ടുള്ള, പിന്നെ അങ്ങനെ. പിന്നെ ഇതാണ് ഫ്രണ്ട് സൈഡ്. അപ്പൊ ഇതൊക്കെയാണ് ഗായ്സ് ഞങ്ങളുടെ ക്യാമ്പർ വാൻ സൈറ്റ് വിശേഷങ്ങളൊക്കെ. അപ്പം എനിവേ ഞങ്ങൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. കുഞ്ചു ആർ യു എക്സൈറ്റഡ്? സാധനം വാങ്ങിക്കാം കേട്ടോ. എന്തോ വാങ്ങിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. ബട്ട് വാങ്ങിക്കാനായിട്ട് എന്തൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങിച്ചു കഴിയുമ്പം എല്ലാം സെറ്റായി കഴിയുമ്പം അറിയാം എന്തൊക്കെ വാങ്ങിച്ചു എന്ന്. പിന്നെ ഇതിപ്പം നമ്മുടെ ക്രൈസ്റ്റ് ചർച്ചിലെ പാക്കൻസ് സേവാണ്. അപ്പം ഇവിടെ നിന്ന് നേരെ വണ്ടി എടുക്കാൻ പോവാം. എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേക്ക് ടെക്കാപ്പോ അങ്ങോട്ട് പോവാം. എന്തോ മേടിക്കുന്നതെന്ന് നോക്കട്ടെ. ഓക്കെ. പാക്കൻസ് ചെയ്യുന്ന വാങ്ങിച്ചേക്കുന്ന സാധനങ്ങൾ കണ്ടോ? ദൈവമേ, അതായത് ഒരു 8-9 ദിവസത്തെ യാത്രയ്ക്ക് പോകാൻ വേണ്ടി മേടിച്ചതാണ്. സോ എന്തൊക്കെയോ ഇഷ്ടം പോലുണ്ട്. നോക്കാം എന്തോ വേണം. ഇത് ഞാൻ മേടിച്ചാട്ടോ, വാറീസ്. ബാക്കി ഫുഡ്, ടിഷ്യൂ പേപ്പർ, വെള്ളം, കഴുകുന്നത്, പാല്, അരി വരെ മേടിച്ചിട്ടുണ്ട്. എവിടെ പോലെ അരിയില്ല വരത്തില്ലല്ലോ. സോ അത്, ടിഷ്യൂ ബോക്സ്, സോപ്പ് പൊടി, എനിക്കറിയില്ല, ബട്ടർ, അയ്യോ എനിക്കറിയില്ല. ഒരു വീട്ടിലത്തേക്കുള്ള സാധനം മുഴുവൻ മേടിച്ചിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യുമോ നോക്കാം. ഒരു സ്ഥലത്തെത്തി. BP-യിലാണ്. BP-യിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫി ഓർഡർ ചെയ്യാൻ വേണ്ടി നടത്തിയതാണ്. ഇനിയൊരു ഇന്നത്തെ ഒരു ട്രാവലിങ് അറൗണ്ട് ഇനി ഒരു 150 കിലോമീറ്റർ കൊണ്ട് പോയാൽ മതി. നമ്മൾ ടെക്കാപ്പോയിലെത്തും. അവിടെ സ്റ്റേ ചെയ്യും. അവിടുത്തെ ഫസ്റ്റ് നമ്മൾ നേരിട്ട് പോകുന്നത് ഇപ്പോൾ ഒരു ചർച്ചിലോട്ടാണ്. ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ചുണ്ട്. അപ്പോൾ അവിടെ പോയി ഒന്ന് പള്ളിയിലൊന്ന് കയറുക, പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കുക, നേരെ ക്യാമ്പിംഗ് ഗ്രൗണ്ടിലോട്ട് പോവാം. എന്നിട്ട് അവിടെ ക്യാമ്പിങ് ചെയ്യാം. അതിപ്പോൾ പെയ്ഡ് ഉണ്ടോ അല്ലാത്തതും ഉണ്ടോ? അപ്പോൾ പെയ്ഡ് ഉണ്ടോ, അതിപ്പോൾ അവൈലബിൾ ആണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല. ചെന്ന് കഴിഞ്ഞിട്ട് അറിയത്തുള്ളൂ. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കാട്ടിക്കേറ്റി നിർത്തും. പിന്നെ പ്രത്യേകിച്ച് വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ അല്ലേ താമസം. അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങ് പോകും. ഞങ്ങളിപ്പം ലേക്ക് ടെക്കപ്പോയിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഇടയ്ക്കൊന്ന് ഇറങ്ങി ഒരു BP-യിൽ നിർത്തി ഒരു കോഫി കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് കയറി ലേക്ക് ടെക്കപ്പോ. അതിനിടയ്ക്ക് ഒരു സീനിക് വ്യൂ ഉണ്ടായിരുന്നു കാൻറ്റർബറിലേക്ക്. പക്ഷേ അവിടുത്തെ റോഡ് ഗ്രേവൽ റോഡായതുകൊണ്ട് മുഴുവൻ ചരല. അപ്പോൾ ഈ ചരലായതുകൊണ്ട് അതുവഴി റിസ്ക്കി ആണോ എന്നൊരു ഡൗട്ട് അടിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ സീനിക് റിവ്യൂ കാണാൻ പോയില്ല. അപ്പം എന്നിട്ട് നേരെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇപ്പം ലേക്ക് ടെക്കപ്പോയിലോട്ട് പോവാണ്. സോ ഓൺ ദ വേ അടിപൊളി വ്യൂസ് ആണ്. കാരണം ഇവിടെ കുറച്ച് തണുപ്പ് കൂടുതലുള്ളതുകൊണ്ട് ഇവിടെ ഇപ്പോഴും പച്ചപ്പുണ്ട്. അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ കുഞ്ഞാൻ്റിയാണ് പോകുന്നത്. കുഞ്ഞാൻ്റിയും ഞങ്ങൾ ഇനി തിരിച്ച് വണ്ടി കയറാൻ പോകും. ഞങ്ങൾ കുറച്ച് ഇടയ്ക്കൊന്ന് നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇച്ചു അപ്പം ഫോട്ടോ ഒക്കെ എടുത്തു. ഒന്ന് ജസ്റ്റ് ഒന്ന് കാലൊക്കെ ഒന്ന് നിവർത്തി ഇനി തിരിച്ച് കയറിയിട്ട് ഞങ്ങൾ ലേക്ക് ടെക്കപ്പോയിലേക്ക് ചെല്ലണം. അവിടെ ചെന്നിട്ട് അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ആക്ച്വലി ഇനി ക്യൂൻസ്റ്റോണിലോട്ട് പോകണം. അപ്പോൾ ഇന്ന് നന്നായിട്ട് റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് കിടക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ അപ്പോഴത്തേക്കും ഒക്കെ ഒന്ന് സെറ്റ് ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കണ്ടിന്യൂസ് ജേർണിയാണ്. അപ്പം ഞങ്ങൾ ലേക്ക് ടെക്കപ്പോയിൽ ചെന്ന് ഗുഡ് ഷെപ്പേർഡ്, അവിടെ ഒരു പള്ളിയുണ്ട്, ചേർച്ച് ഓഫ് ഗുഡ് ഷെപ്പേർഡ് എന്ന് പറഞ്ഞ ഒരു പള്ളിയുണ്ട്. അവിടെയും കയറി അവിടെയും ഇത് കണ്ടിട്ട്
ഞങ്ങൾ അവിടുത്തെ എന്തെങ്കിലും വ്യൂ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ എടുത്ത് കാണിക്കാം നിങ്ങളെ. സോ ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ ബൈ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ഇതിനകത്തെ ആംബിയൻസ്. ഞങ്ങളിവിടെ ലൈറ്റ് ഇട്ട് വെച്ചോ. ഓക്കെ, ഇവിടെ മേളിൽ നമുക്കിത് ഓൺ ചെയ്യാം. ഉച്ചയാണ്ട് ശരപഞ്ചേത്തി കിടക്കുന്ന പോലെ ഏറ്റവും മുകളിൽ കിടക്കുകയായിരുന്നു. ഞാനും അനിയത്തിയും കൂടെ ഒരു ബെഡി കിടന്നു. ഞങ്ങളെല്ലാം ഇങ്ങനെ എന്താണ് പറയുക, നമ്മുടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ചെയ്തിരിക്കുന്ന പോലെ എല്ലാം കുഴച്ച് മറിച്ചിട്ടിരിക്കുകയാണ്. അനിയത്തി വെളിയിൽ പോയി. ഇവിടെ ഞങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ, കോമൺ ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോവാം. ഇപ്പോൾ ഇൻ കേസ് ഈ ടോയ്ലറ്റ് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വെളിയിൽ പോവാം. പിന്നെ ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കി തന്നു. ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ക്ഷീണമൊക്കെ തീർക്കാൻ വേണ്ടി ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചു കിടന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ക്ഷീണമൊക്കെ ഒന്ന് മാറിയേ. അപ്പോൾ ഇനിയിപ്പം എന്തെങ്കിലും ഓരോ ചെറുതായിട്ടൊരു ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കഴിക്കണം, പല്ലൊക്കെ തേക്കണം. രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ലേക്ക് വനാക്കയിലോട്ട് പോവുകയാണ്. എഡ്മണ്ട് ഹിലാരി മൗണ്ട് കുക്കിൽ കയറി കഴിഞ്ഞിട്ടാണ് നമ്മുടെ എവറസ്റ്റ് കീഴടക്കി. അപ്പം പുള്ളിയുടെ സൈറ്റ് ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. അപ്പം പുള്ളി കയറിയ മൗണ്ട് കുക്കും പിന്നെ അവിടെ ഹൈക്കിംഗ് ഒക്കെ പറ്റുമെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ തണുപ്പ് കാരണം എങ്ങനെയാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അവിടുത്തെ തണുപ്പ് എങ്ങനെയാണെന്നൊന്നും. മ്യൂസിയം ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി അതെല്ലാം കണ്ടിട്ട് വരിക. അതാണ് ഇന്നത്തെ പ്ലാൻ. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ നിങ്ങളെ ലേക്ക് ടെക്കപ്പൂ കാണിച്ചിട്ടില്ല എന്നൊരു വിഷമം എനിക്കുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങളിവിടെ വന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ലേക്ക് ടെക്കപ്പൂവിൻ്റെ ഒരു വേറെ സൈഡിൽ വന്നു കേട്ടോ. പിന്നെ ഇവിടെ എല്ലാം ക്യാമ്പിംഗ് സൈറ്റ് കേട്ടോ. ഇതെല്ലാം ക്യാമ്പിംഗ് സൈറ്റാണ്. ക്യാമ്പ് വാൻസ് എല്ലാം ഉണ്ട്. ഇനിയും ഗൈസ് ആക്ച്വലി പറയുകയാണെങ്കിൽ ലേക്ക് ടെക്കപ്പൂവിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ലേക്ക് ടെക്കപ്പൂവിൻ്റെ ഈ വ്യൂ മേളിൽ നിന്ന് കാണണം. ആ ക്യാമ്പ് വാൻ ഇട്ടിരിക്കുന്ന സൈഡിൽ അവിടെ നിന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ, അവിടെ നിന്ന് കാണണം ആക്ച്വലി. അയ്യോ, എന്നാ വ്യൂ ആണെന്നറിയോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആ. ലേക്ക് ടെക്കപ്പൂവിനോട് യാത്ര പറഞ്ഞ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. വനാക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. സോ എനിവേ ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണാം. ബൈ.